മലിക്കുൽ മുളഫ്ഫറു ധീരനായൊരു രാജന, ഹിർബൽ ഭരിച്ചവനാണ് വൻപെരുമിഷ്ടന. ഹിർബൽ ഭരിച്ച മുളഫ്ഫർ രാജാവാണ് ആദ്യമായി മൗലിദ് സമ്പ്രദായം ഉണ്ടാക്കിയത്. സത്യത്തിൽ അത് സത്യത്തിന് വിരുദ്ധമാണ്. നമുക്കറിയാം മുളഫ്ഫർ രാജാവ് നാട് ഭരിക്കുന്നത് ഹിജ്റ 600-ന്. അപ്പോൾ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത് അത് ഹിജ്റ 600-ന് ശേഷം വന്നതാ എന്ന് പാടിയാൽ പ്രാസം നോക്കാത്തത് കൊണ്ടാണോ? അല്ല, നേരെ മറിച്ച് മുളഫ്ഫർ രാജാവ് ജനിക്കുന്നതിന് മുമ്പ് മൗലിദ് സമ്പ്രദായം ഉണ്ടായി. ആരാണത് ഉണ്ടാക്കിയത്? നിങ്ങൾക്കറിയുമോ? ചരിത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നുണ്ട്. അൽ ഖൗലുൽ ഫസ്ൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അശ്റഫുൽ കലാം ഫീമാ യതഅല്ലഖു ബിസ്സുന്നത്തി വൽ ബിദഅ മിനൽ അഹ്കാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ നമുക്ക് കാണാം. ഇന്ന അവ്വല മൻ അഹദസഹാ ബിൽ കാഹിറ അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ. ആദ്യമായി മൗലിദ് സമ്പ്രദായം ആരംഭിച്ചത് കൊണ്ടുവന്നത് അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ, ഫാത്തിമിയ ശിയാക്കളാണ്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? അവ്വലുഹും മുഇസ്സുൽ ദീനില്ലാ, മുഇസ്സുൽ ദീനില്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ മൗലിദ് സമ്പ്രദായത്തിന് നേതൃത്വം നൽകിയത്. തവജ്ജഹ മിനൽ മഗ്രിബി ഇലൽ മിസ്ർ ഫീ ശവ്വാൽ സനത്തി 60 വ300 ഹിജ്രിയ. ഹിജ്റ 361-ൽ ഒരു ശവ്വാൽ മാസത്തിൽ അവർ മഗ്രിബിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് മിസ്റിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ودخل القاهرة لسبيح البنا في شهر رمضان في تلك السنة فوصل إلى صعيد الإسكندرية في شعبان سنة 300. ഹിജ്റ 362 ആയി കഴിഞ്ഞപ്പോൾ അവർ ഇസ്കന്ദരിയ അഥവാ അലക്സാണ്ട്രിയയിൽ എത്തിച്ചേർന്നു. ഹിജ്റ 362-ൽ അഥവാ 361-ന് പുറപ്പെട്ടു. 362 ആയപ്പോൾ അലക്സാണ്ട്രിയയിൽ എത്തിച്ചേർന്നു. ودخل القاهرة لسبيح البنا في شهر رمضان في تلك السنة. അതേ കൊല്ലം അഥവാ ഹിജ്റ 362-ൽ ഒരു റമദാൻ മാസത്തിൽ അവർ ഈജിപ്തിലെത്തി, കൈറോവിലെത്തി. അങ്ങനെ കൈറോവിൽ മുഇസ്സുൽ ദീനില്ല എന്ന് പറയുന്ന ഫാത്തിമിയ ശിയാക്കളുടെ നേതൃത്വത്തിൽ വന്ന ആ സംഘം 6 മൗലിദുകൾ ആദ്യമായി ഉണ്ടാക്കി. ഏതാണ് മൗലിദുകൾ? ഒന്ന് അൽ മൗലിദുൻ നബവി, നബിയുടെ പേരിൽ. 2 മൗലിദ് അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ. 3 മൗലിദ് ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ. 4 മൗലിദ് വൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പേരിൽ. 6ാമത്തെ മൗലിദ് മൗലിദ് ഖലീഫത്തുൽ ഹാദിർ, അന്ന് നാട് ഭരിച്ചു കൊണ്ടിരുന്ന ഭരണാധികാരിയുടെ പേരിലും ഒരു മൗലിദ്. നമ്മൾ ആലോചിക്കണം, നാട് ഭരിച്ച ഭരണാധികാരിയുടെ പേരിലും മൗലിദ് ഉണ്ടായി. കാര്യം വെച്ചാൽ അതുവരെ ഇല്ലാത്തൊരു സമ്പ്രദായം പുതുതായി നടപ്പാക്കാൻ പോകും. അപ്പൊ എന്തെടുത്തറിയോ? ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ സപ്പോർട്ട് വേണം, സാങ്ഷൻ വേണം. അതിന് മൂപ്പറുടെ പേരിൽ ഒരു മൗലിദ്, മൂപ്പരെയും പൊക്ക. അങ്ങനെ ഒരു മൗലിദ് ഉണ്ടാക്കി ആദ്യമായി ഫാത്തിമിയ ശിയാക്കൾ ഇതിന് നേതൃത്വം നൽകി. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഈ സമ്പ്രദായത്തിനെതിരെ നിലകൊണ്ടു എന്ന് ചരിത്രത്തിൽ കാണാം. താരിഖുൽ ഇസ്ലാം 4-ാം വാള്യം 150-ാമത്തെ പേജിൽ അഫ്സൽ എന്ന് പറയുന്ന ഒരു ഗവർണറെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, അന്ന അഫ്സൽ കാന യമീലു മൈല സുന്നിയീൻ ഫൽഖൽ ഇഹ്തിഫാല ബിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൗലിദ് ഖലീഫത്തുൽ ഖായിം. ഈ അഫ്സൽ എന്ന് പറയുന്ന ഗവർണർ സുന്നി ചായ്വുള്ള ആളായിരുന്നു. കാരണം മൗലിദ് സമ്പ്രദായം നടപ്പാക്കി വോട്ട് തട്ടാനുള്ള ശ്രമം ഷിയാക്കൾ നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഷിയാക്കൾ വിശ്വാസപരമായും കർമ്മപരമായും ആചാരപരമായും മാത്രമല്ല അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ നേരിട്ടത്. നേരെ മറിച്ച് രാഷ്ട്രീയപരമായ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയം പിടിച്ചടക്കിക്കൊണ്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനുമുള്ള പരിശ്രമങ്ങൾ ഷിയാക്കൾ നടത്തിയിരുന്നു. അപ്പൊ മൗലിദ് സമ്പ്രദായം നടപ്പാക്കിക്കൊണ്ട് വോട്ട് പിടിക്കാം എന്നാണ് ഷിയാക്കൾ വിചാരിച്ചത്. എന്നാൽ അന്നത്തെ സുന്നി പ്രസ്ഥാനത്തിന്റെ ആളുകൾ അഥവാ ഷിയാക്കളുടെ വിരുദ്ധമായ രാഷ്ട്രീയ ചേരി, ഷിയാക്കൾക്കെതിരായ രാഷ്ട്രീയ ചേരിയായ സുന്നി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഷിയാക്കളെ എതിർത്തു. ആ സമയത്ത് ഈ സുന്നികളുടെ ചായ്വ് പിടിച്ചുകൊണ്ട് അഫ്സൽ എന്ന് പറയുന്ന ഗവർണർ എന്തെടുത്തുന്നറിയോ? ഈ മൗലിദ് സമ്പ്രദായത്തെ തന്റെ നാട്ടിൽ നിരോധിച്ചു. അതിനെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. അക്കാരണത്താൽ അഫ്സൽ എന്ന് പറയുന്ന ഗവർണറെ ഷിയാക്കൾ കൊന്നുകളഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ മൗലിദ് സമ്പ്രദായത്തിന്റെ ചരിത്രം എവിടെ നിന്ന് വന്നു എന്ന് പറയാനാണ്. സത്യത്തിൽ അതിന് നേതൃത്വം നൽകിയത് ഷിയാക്കളാണ്. ഷിയാക്കൾ എങ്ങനെ ഉണ്ടായി? നമുക്കറിയാം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബവി എന്ന് പറയുന്ന ജൂതൻ, ആ ജൂതൻ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു കയറി വന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ വിഷവിത്താണ് ഷിയായിസം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അത് ദഹിച്ചുകൊള്ളണമെന്നില്ല, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അപ്പോ അവർക്ക് ദഹിക്കുന്നില്ല എന്ന് വിചാരിച്ചത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സത്യത്തിൽ ഷിയായിസം അങ്ങനെ കടന്നു വന്നതാണ്. ലോകത്ത് ചരിത്രം പറഞ്ഞവരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ജരീർ തബരി
അദ്ദേഹത്തിന്റെ താരീഖിൽ ചരിത്ര ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കൊടുത്തുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സബഇനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ആ നിലയ്ക്ക് കടന്നു വന്ന ശിയാക്കൾ ലോകത്ത് നടപ്പാക്കിയ ഒന്നാമത്തെ പുതിയ ആചാരമാണ് മൗലിദ് സമ്പ്രദായം. എന്നാൽ കാലം കുറച്ചു കഴിഞ്ഞ് ശിയാക്കൾ ഇത് കൊണ്ട് നടന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മുടെ മുദഫർ രാജാവിന്റെ കാലഘട്ടം എത്തിയപ്പോ മുദഫർ രാജാവ് അത് റബീഉൽ അവ്വൽ മാസത്തിലേക്ക് സ്പോൺസർ ചെയ്തു. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് അത് പ്രത്യേകമാക്കി. ആര്? മുദഫർ രാജാവ്. നമുക്കറിയാം യാറത്തു താലിബീൻ അടക്കമുള്ള കിതാബിൽ കാണാം. യാറത്തു താലിബിന്റെ 3-ാം വാള്യം 345-ാമത്തെ പേജിൽ വിശദീകരിച്ചത് കാണാം. വഅവ്വലു മൻ അഹദഥഹു മിനൽ മുലൂക്കിൽ മലിക്കിൽ മുദഫർ വഅല്ലഫ ലഹുൽ ഹാഫിദ് ഇബ്നു ദഹിയ തഅലീഫൻ സമ്മാഹു തൻവീർ ഫീ മൗലിദ് ബശീറുൻ നദീർ. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് ഹിജ്റ 362-ൽ ശിയാക്കൾ ആരംഭിച്ച സമ്പ്രദായം റബീഉൽ അവ്വൽ മാസത്തിലേക്ക് മുദഫർ രാജാവ് പ്രത്യേകമായി സ്പോൺസർ ചെയ്തു. അതിനെ സംബന്ധിച്ച് യാറത്തു താലിബിൽ പറഞ്ഞത് വഅവ്വലു മൻ അഹദഥഹു മിനൽ മുലൂക്കിൽ മലിക്കിൽ മുദഫർ വഅല്ലഫ ലഹുൽ ഹാഫിദ് ഇബ്നു ദഹിയ തഅലീഫൻ സമ്മാഹു തൻവീർ ഫീ മൗലിദ് ബശീറുൻ നദീർ. ഇബ്നു ദഹിയ എന്ന് പറയുന്ന മനുഷ്യൻ മുദഫർ രാജാവിന് ഒരു കഥാപ്രസംഗം എഴുതി കൊടുത്തു. കഥാപ്രസംഗം നമുക്കറിയാം, കുറെ പാടും കുറച്ച് പറയും, പിന്നെയും കുറെ പാടും കുറച്ച് പറയും. ഇങ്ങനെ ഒരു കഥാപ്രസംഗം ഈ മുദഫർ രാജാവിന് ഇബ്നു ദഹിയ എന്ന് പറയുന്ന ആൾ എഴുതി കൊടുത്തു. ഫഅജാദഹുൽ മലിക്കുൽ മുദഫർ ബി അൽഫി ദീനാർ. പകരമായി പ്രതിഫലമായി കൊണ്ട് 1000 ദീനാർ ഇബ്നു ദഹിയക്ക് മുദഫർ രാജാവ് കൈമാറി. വസനാൽ മലിക്കുൽ മുദഫറിൽ മൗലിദ് വകാന യഅമലുഹു റബീഉൽ അവ്വൽ വയഹ്തഫിലു ബിഹി ഇഹ്തിഫാലൻ ഹായിലാ. മുദഫർ രാജാവ് എല്ലാ റബീഉൽ അവ്വൽ മാസത്തിലും വളരെ ഗംഭീരമായ നിലക്ക് പിന്നീട് റബീഉൽ അവ്വലിൽ നബിദിനം ആഘോഷിക്കാൻ തുടങ്ങി. നബിദിനം ആഘോഷിക്കാൻ തുടങ്ങി, മൗലിദ് സമ്പ്രദായം നടത്താൻ തുടങ്ങി. അങ്ങനെ 6-ാം നൂറ്റാണ്ടിലാണ് റബീഉൽ അവ്വലിലേക്ക് അത് സ്പോൺസർ ആകുന്നത്. അതുവരെ മൗലിദ് സമ്പ്രദായം ഉണ്ട്. റബീഉൽ അവ്വലിൽ പ്രത്യേകമായ ഒരു പ്രത്യേക പരിപാടി, ഒരു പ്രത്യേക കോൺഫറൻസ്, അതിന് പ്രത്യേകമായ ചില നമ്പറുകളുമൊക്കെ തുടങ്ങിയത് മുദഫർ രാജാവിന്റെ കാലഘട്ടത്തിലാണ്. ചില ആൾക്കാർ ഈ ഉദ്ധരണി ഉപയോഗിക്കാറിട്ട് പറയാറുണ്ട്, എന്താ അറിയോ, അത് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ മുദഫർ രാജാവാണ് തുടങ്ങിയത് എന്നാണ് അവിടെ ഉള്ളത്. വിഡിത്തമാ പറയുന്നത്. അങ്ങനെ സമ്മതിച്ചാൽ മതി. കാര്യം എന്താ, രാജാക്കന്മാർ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് ഭരിച്ചിട്ടില്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നാട് ഭരിച്ചില്ല. ഇവരൊക്കെ രാജാക്കന്മാരല്ലേ? ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജാവാണ്. അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണാധികാരിയാണ്. ആ കാലഘട്ടത്തിലൊന്നുമില്ല. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി ഇത് കൊണ്ടുവന്ന ആൾ മുദഫർ രാജാവാണെന്ന് അവിടെ പറഞ്ഞത് എന്ന് വ്യാഖ്യാനം. സത്യത്തിൽ അവിടെ പറഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രത്യേകമായി ഇതാദ്യമായി നടപ്പാക്കി പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ ആക്കി കൊണ്ടുവന്ന ആൾ മുദഫർ രാജാവാണ്. ഇത് പിൽക്കാലഘട്ടത്തിൽ സമൂഹത്തിനിടയിലേക്ക് കൈമാറി. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ആ രൂപത്തിൽ നടപ്പാക്കി. പിന്നീട് പിൽക്കാലഘട്ടങ്ങളിൽ ചില ആളുകൾ അവരുടെ താക്കത്തിനനുസരിച്ച് അത് കൊണ്ടു നടക്കാൻ തുടങ്ങി. പല രൂപത്തിൽ സർവ്വസമ്മതമായ നിലക്ക് മുസ്ലിം സമുദായത്തിനിടക്ക് അത് വ്യാപിച്ചു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ്, പ്രവാചകന്റെ ജന്മദിനം എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ ആലോചിക്കാതെ ചിന്തിക്കാതെ ആളുകളത് കൈനീട്ട് സ്വീകരിച്ചു മുഹമ്മദ് നബിയുടെ പേരിലായതുകൊണ്ട് പിന്നീട് അതിന്റെ കോലങ്ങൾ ഒന്നൊന്നായി മാറി വരാൻ തുടങ്ങി. ഓരോ രൂപവും ഭാവവും അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും ഒന്നൊന്നായി മാറി വരാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അത് പ്രത്യേകമായ ഒരു അനാചാരമായി മുസ്ലിം സമുദായത്തിലേക്ക് മാറുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കാത്ത രൂപത്തിൽ, സഹാബത്ത് അംഗീകരിക്കാത്ത രൂപത്തിൽ ഒരു അനാചാരമായി പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് മാറുകയാണ്. എന്ന് മാത്രമല്ല, ആ നബിദിനാഘോഷങ്ങളിൽ പോലും നമുക്കറിയാം, നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനമുണ്ടല്ലോ, യഹൂദ നസറാക്കളെ ചാണിനു ചാണായി മുളത്തിനു മുളമായി പിൻപറ്റും എന്ന പ്രവാചകന്റെ പ്രവചനം വളരെ വ്യക്തമായി നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു എന്നതാണ് സത്യം. എല്ലാ രംഗത്തും ചില ആളുകൾ പലരും പല കോലത്തിൽ അത് നടപ്പാക്കാൻ തുടങ്ങി. പലരും സംഘടനാ പക്ഷപാതിത്വത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ സംഘടനയുടെ ബലാബലം നിശ്ചയിക്കുവാനും പവർ കാണിക്കുവാനും തെളിയിക്കുവാനുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ മാറുകയുണ്ടായി എന്നത് അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏവരാലും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ആ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ, മോശമാക്കുന്ന രൂപത്തിൽ നബിദിനാഘോഷങ്ങൾ വഴിമാറി എന്നത് വളരെയധികം വേദനയോടുകൂടി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത് വെറുതെ പറയല്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കാതെ മുജാഹിദിൽ പണ്ടേ അങ്ങനെ മൗലിദിനെ എതിർക്കുന്നു, റാത്തിബിനെ എതിർക്കുന്നു, നബിദിനത്തെ എതിർക്കുന്നു. ഇവർക്ക് എതിർക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് നബിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടുള്ള പണിയാണിത്.
അതുകൊണ്ട് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ചിന്തിച്ചു നോക്കണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരുവുകളിൽ ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നബിദിനാഘോഷം